नहीं ഹായ്, ഗീറിലെ രണ്ടാമത്തെ ദിവസത്തെ സഫാരിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 5 സിംഹങ്ങളെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തിലാണ്. മനോഹരമായ കാഴ്ചയോടു കൂടിയാണ് സഫാരി ആരംഭിക്കുന്നത്. രാവിലെ തന്നെ മൃഗങ്ങളുമായി തദ്ദേശവാസികൾ മേയാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്നും വന്ന് ഇവിടുത്തുകാരായി മാറിയ ഇവരുടെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ വടി മാത്രം കൂടെ ആയുധമായുള്ള ഈ യാത്രയാണ് അവരുടെ ജീവിതം. ഏഷ്യയിലെ ഏറ്റവും വലിയ മാൻ ഇനങ്ങളിൽ ഒന്നായ സാമ്പാർ മാനാണിത്. ഇലപൊഴിയും നിത്യഹരിത വനങ്ങളിലും പുൽമേടുകളിലും തണ്ണീർത്തടങ്ങളിലുമാണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത്. നല്ല നീന്തൽക്കാരു കൂടിയായ ഇവ ഇണചേരുന്ന സമയത്തല്ലാതെ ഒറ്റപ്പെട്ട് കഴിയാൻ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണ്. ഇവയുടെ കഴുത്തിലുള്ള വ്രണം പോലെയുള്ള അടയാളം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? വർഷത്തിലൊരിക്കൽ ഇണചേരലിന്റെ സമയത്ത് മാത്രം ആൺമാനുകളിലും ഗർഭകാലത്ത് പെൺമാനുകളിലും കണ്ടുവരുന്ന ഇതിനെ സോൾ സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. സ്രവം ഒലിക്കുന്ന ഇവിടെ ഈച്ചകളും പക്ഷികളും പോലും ഇതിൽ കൊത്തുന്നത് കാണാം. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതെന്താണെന്നോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നോ ഇന്നും ശാസ്ത്രജ്ഞന്മാർക്ക് വ്യക്തമായ ധാരണയില്ല. ഇവയുടെ കരച്ചിൽ കേൾക്കുന്നത് സഫാരി നടത്തുന്നവർക്ക് സന്തോഷമാണ്. കടുവയോ പുലിയോ അടുത്ത് തന്നെ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് സാമ്പാർ മാനിന്റെ ഈ അലാം കോൾ. അധികം താമസിയാതെ തന്നെ ഞങ്ങൾക്ക് ലൈൻ സൈറ്റിംഗ് കിട്ടി. 2 സിംഹങ്ങളുണ്ട്. സബ് അഡൽട്ടായ ഒരാണും ഒരു പെണ്ണുമാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. റോഡിൽ നിന്നും അധികം ദൂരെ അല്ലാതെയാണ് അവർ രണ്ടുപേരും. ഒരെണ്ണം കിടന്ന് നല്ല ഉറക്കമാണ്. മറ്റേ സിംഹം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഞങ്ങൾക്ക് പല പോസുകൾ തരുന്നുണ്ട്. പക്ഷേ വലിയ മരങ്ങൾ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. അരമണിക്കൂറോളം ഞങ്ങൾ കാത്തിരുന്നു. അവർ പുറത്തേക്ക് വരുന്ന യാതൊരു ലക്ഷണവുമില്ല. ഇനിയും സിംഹങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. വനത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ഗേ ലങ്കൂർ അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങുകൾ. കേരളത്തിലെ സൈലന്റ് വാലി ഇതിന്റെ ഒരു പ്രധാന ആവാസ കേന്ദ്രമാണ്. 7 വ്യത്യസ്ത തരത്തിലുള്ള ഹനുമാൻ കുരങ്ങുകളെ ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. ഹനുമാന്റെ വാനരസേനയിലെ അംഗങ്ങളായിരുന്ന ഇവരുടെ കൈയും മുഖവും സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പൊള്ളിയതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത് എന്നാണ് വിശ്വാസം. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ കണ്ട ഈ കാഴ്ച ഞങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ സങ്കടമുണ്ടാക്കിയ ഒരു കാഴ്ചയാണ്. വഴിയരികിൽ വീണ് കിടക്കുന്ന ഹനുമാൻ കുരങ്ങന്റെ ഒരു കുഞ്ഞിനെ കണ്ടാണ് ഞങ്ങൾ വാഹനം നിർത്തിയത്. എന്ത് പറ്റിയതാണ് എന്നറിയില്ല. ആഴ്ചകൾ മാത്രം പ്രായമുള്ള ആ കൊച്ചു കുരങ്ങൻ വഴിയിൽ കിടന്ന് കരയുകയാണ്. കാട്ടിൽ നമുക്ക് നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അതിന്റെ നോട്ടവും കരച്ചിലും ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു. ഒന്നുകിൽ കൂട്ടം വിട്ടുപോയതാകാം, അല്ലെങ്കിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചതാകാം. ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല ആ കുഞ്ഞിന്. വളരെ പേടിച്ച നിലയിലാണ് അവൻ. എന്നാൽ ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അവന്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവനെ വാരിയെടുത്ത് മാറോട് ചേർത്തുകൊണ്ട് അവൾ കാട്ടിലേക്ക് മറഞ്ഞു. നാട്ടിൽ മാത്രമല്ല, കാട്ടിലും അമ്മയുടെ സ്നേഹം വലുതാണെന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അവൾ ദൂരെ ഇരുന്ന് തന്റെ കുഞ്ഞിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ താഴെ പോയ കുഞ്ഞിനെ സഫാരി വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് വീണ ഉടനെ തന്നെ രക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു പക്ഷിയെ ഇവിടെ കാണാം. ഇന്ത്യൻ നൈറ്റ്ജാർ അല്ലെങ്കിൽ ഗോഡ് സക്കേഴ്സ്, രാച്ചുക്കുകൾ എന്നൊക്കെ ഇവയെ വിളിക്കാറുണ്ട്. പണ്ട് രാച്ചുക്കുകൾ മൃഗങ്ങളുടെ അകടിയിൽ നിന്ന് പാൽ വലിച്ച് കുടിക്കാറുണ്ടായിരുന്നു എന്നൊരു കഥയുണ്ട്. ഉയരം കുറഞ്ഞ മരങ്ങളിലും നിലത്തും കാണപ്പെടുന്ന ഇവരെ പകൽ പോലും തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷേ ഈ ഗൈഡുകളും ഡ്രൈവർമാരും ഇവയെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. രാത്രിയിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. കാലൻകോഴി എന്നറിയപ്പെടുന്ന മോട്ടിൽഡ് വുഡ് ഓളാണിത്. മൂങ്ങകളുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണിത്. സന്ധ്യയാകുമ്പോൾ വളരെ അകലെ കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ ഇവ ശബ്ദമുണ്ടാക്കാറുണ്ട്. കാലൻ വരുന്നതിന്റെ മുന്നറിയിപ്പാണ് ഈ ശബ്ദം എന്ന അന്ധവിശ്വാസത്തിലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്.
ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ സിംഹങ്ങളെ കാണാൻ പറ്റാത്തതിൽ ഞങ്ങളുടെ ഡ്രൈവറും ഗൈഡും കുറച്ച് നിരാശരാണ്. അതുകൊണ്ട് ഗീർ നാഷണൽ പാർക്കിലെ ഏറ്റവും വലിയ വാട്ടർ ബോഡിയായ കമലേശ്വർ ഡാമിന്റെ ഭാഗത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. ഗീർ ദേശീയോദ്യാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കമലേശ്വർ അണക്കെട്ട് 1970-കളിൽ പാർക്കിലെ വന്യജീവികൾക്ക് വെള്ളം നൽകുന്നതിനായി നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ ഒരു ജലസംഭരണിയാണ്. സമീപത്തുള്ള കമലേശ്വർ മഹാദേവ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ അണക്കെട്ട് അറിയപ്പെടുന്നത്. അണക്കെട്ടിനടുത്തുള്ള ഒരു വാച്ച് ടവർ തടാകത്തിന്റെയും ചുറ്റുപാടുകളുടെയും വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ഏഷ്യാറ്റിക് സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ, മാൻ എന്നിവ ഉൾപ്പെടെ പാർക്കിലെ വന്യജീവികളുടെ ജീവനാഡിയായ കമലേശ്വർ അണക്കെട്ട് ഗീർ ദേശീയോദ്യാനത്തിന്റെ പരിസ്ഥിതി വ്യവസ്ഥയുടെ ഒരു അനിവാര്യ ഘടകമാണ്. തടാകത്തിനടുത്തായുള്ള ഒരു ചെറിയ കുളത്തിൽ ഒരു മുതലയും കുറച്ച് കുഞ്ഞുങ്ങളുമുണ്ട്. 7 എണ്ണം ഉണ്ടെന്നാണ് ഡ്രൈവർ പറയുന്നത്. പക്ഷെ ഞാൻ എണ്ണിയിട്ട് 5 എണ്ണത്തിനെയേ കാണാൻ സാധിച്ചുള്ളൂ. കുസൃതിക്കാരനായ ഒരു ആമ മുതലയുടെ പുറത്തുകൂടിയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിനു ശേഷം ഞങ്ങൾ സഫാരി തുടരുകയാണ്. അധികം സഞ്ചരിച്ച് കാണത്തില്ല. ഉടനെ തന്നെ സിംഹങ്ങളുടെ സൈറ്റിംഗ് ഉള്ളതായി വിവരം കിട്ടി. പിന്നെ അങ്ങോട്ടായി ഞങ്ങളുടെ യാത്ര. അവിടെ കണ്ട കാഴ്ച ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നതായിരുന്നില്ല. 1-2 സിംഹങ്ങളല്ല, ഒരു കുടുംബം മുഴുവനായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ. കുട്ടികളും സബ്ബഡൽസും പ്രായപൂർത്തിയായ സിംഹങ്ങളും എല്ലാവരും കൂടി ആ കാഴ്ച ഞങ്ങളുടെ തൊട്ടടുത്ത് കാണാനാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. കുട്ടികളും സബ്ബഡൽസും പ്രായപൂർത്തിയായ പെൺസിംഹങ്ങളും അടങ്ങിയ ഒരു കൂട്ടമാണിത്. ആൺസിംഹങ്ങളെ ഒന്നും കാണാനില്ല. ആരെയോ തിരയുന്നത് പോലെയാണ് പെൺസിംഹത്തിന്റെ ഭാവങ്ങളൊക്കെ. അതോ തന്റെ കുട്ടികളെ നോക്കുന്നതാണോ എന്നറിയില്ല. ലയൺ പ്രൈഡുകൾ എന്ന് വിളിക്കുന്ന നിരവധി പെൺസിംഹങ്ങളും അവയുടെ കുഞ്ഞുങ്ങളും ഒന്നോ അതിലധികമോ ആണുങ്ങളും അടങ്ങുന്ന സങ്കീർണമായ സാമൂഹിക കൂട്ടങ്ങളായിട്ടാണ് സാധാരണ സിംഹങ്ങളെ കാണാറുള്ളത്. ഒരു പ്രൈഡിലെ പെൺസിംഹങ്ങൾ സാധാരണയായി ഒരേ കുടുംബത്തിലെ തന്നെ അംഗങ്ങളായിരിക്കും. വേട്ടയാടലും കുഞ്ഞുങ്ങളെ വളർത്തലും ഒക്കെ ഭൂരിഭാഗവും പെൺസിംഹങ്ങളാണ് ചെയ്യുന്നത്. അതേസമയം പ്രൈഡിന്റെ ടെറിട്ടറി സംരക്ഷിക്കുന്നതിലും ഇണചേരുന്നതിലും ആൺസിംഹങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. കാലക്രമേണ പ്രൈഡിലെ ആൺസിംഹങ്ങൾ വിട്ടുപോയേക്കാം. പക്ഷേ പെൺസിംഹങ്ങൾ അവരുടെ ജന്മനാ ഉള്ള പ്രൈഡിൽ തന്നെ തുടരും. ഒരു പ്രൈഡിൽ പല പെൺസിംഹങ്ങൾ ഉണ്ടെങ്കിലും വേട്ടയാടാനും അവരുടെ പ്രദേശം സംരക്ഷിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും പെൺസിംഹങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് പേര് കേട്ടതാണ് ലയൺ പ്രൈഡുകൾ. ഇതൊക്കെ നടക്കുന്നത് ഈ ഗ്രാമങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശത്താണ്. ഈ സിംഹങ്ങളുടെ നടുവിൽ കഴിയുന്ന ജനങ്ങളെ നമ്മൾ സമ്മതിക്കുക തന്നെ വേണം. തീർന്നില്ല. അധികം ദൂരെയല്ലാതെ വേറൊരു കൂട്ടം സിംഹങ്ങളുണ്ട്. ഇവയെല്ലാം ഒരേ പ്രൈഡിൽപ്പെട്ടവയാണ് എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ പ്രായമുള്ള സിംഹങ്ങളാണ് ഇവിടെയുള്ളത്. സഫാരി വാഹനങ്ങൾ പോകുന്ന റോഡിലാണ് ഒരാൾ കിടക്കുന്നത്. ഒരു കൂസലുമില്ലാതെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവൾ അങ്ങനെ കിടക്കുകയാണ്. റോഡിൽ നിന്നും കുറച്ചു മാറി ഒരു സിംഹം തന്റെ പാർട്ട്ണറെ തപ്പുന്നുണ്ട്. ഒരു സബ്ബഡൽ പെൺസിംഹമാണ് അവൾ. അടുത്ത് എവിടെയോ തന്റെ കൂട്ടുകാരനുണ്ട് എന്നവൾക്കറിയാം. അതോ അവളുടെ സഹോദരനാണോ എന്നറിയില്ല. അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാണ് അവൾ നടക്കുന്നത്. തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അവൾ ചില സിഗ്നലുകളൊക്കെ നൽകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറുഭാഗത്തു നിന്ന് അവനും ചില സിഗ്നലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ മുന്നോട്ട് നടക്കുകയാണ്. മനുഷ്യരെക്കാളും നല്ലതായി ആശയവിനിമയം നടത്തുന്നത് മൃഗങ്ങളാണ് മിടുക്കർ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവസാനം അവൾ അവനെ കണ്ടു. അപ്പോഴുള്ള അവരുടെ സ്നേഹപ്രകടനങ്ങൾ അതിശയത്തോടെയാണ് ഞാൻ നോക്കിക്കണ്ടത്. അവർ രണ്ടുപേരും നടന്ന് അകലുകയാണ്. ഞങ്ങളുടെ വാഹനത്തിന് നേരെയാണ് അവർ നടന്നു വരുന്നത്. ആ ഗാംഭീര്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാട് ഭരിക്കാൻ ഇവർ തന്നെയാണ് യോഗ്യർ എന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ. സഫാരി അവസാനിക്കാൻ സമയമായി. ഡ്രൈവറും ഗൈഡും ധൃതി കൂട്ടുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ഗീറിനോട് വിട പറയുകയാണ്. മനം നിറയെ കാഴ്ചകൾ സമ്മാനിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഗീർ നിങ്ങളെ ഒരിക്കലും നിരാശരാക്കില്ല, അത് ഉറപ്പാണ്.
മാമ്പഴത്തിന്റെ നാടാണ് ഗുജറാത്ത്, പ്രത്യേകിച്ചും ഗീർ. മാമ്പഴങ്ങളിലെ രാജാവായ കേസർമാങ്ങ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗീർ. ഇന്നുകൊണ്ട് ഞങ്ങളുടെ സഫാരി തീരുകയാണ്. അതുകൊണ്ട് കുറച്ച് മാമ്പഴം നാട്ടിലോട്ട് വാങ്ങിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു. വിലക്കുറവൊന്നുമില്ല, എങ്കിലും ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴം തോട്ടങ്ങളിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കും. ബുള്ളറ്റും പെട്ടിവണ്ടിയും എല്ലാം കൂടിയ ഈ ഹൈബ്രിഡ് വാഹനത്തിലാണ് ഞങ്ങളുടെ മാങ്ങ വാങ്ങിക്കാനുള്ള യാത്ര. എല്ലാവരും മാമ്പഴവും പൾപ്പും ഒക്കെ ആവശ്യത്തിന് മേടിച്ചു. ഗീറിലെ സഫാരിയിൽ എല്ലാവരും അതീവ സന്തുഷ്ടരാണ്. ഇനി നാളെ നാട്ടിലേക്ക് മടക്കയാത്രയാണ്. സഫാരികൾ ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്നലോകമാണ് കെനിയയിലെ മസായി മാര. കാടിന്റെ ശരിക്കുള്ള കാഴ്ചകൾ അവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വരുന്ന വീഡിയോകളിൽ മസായി മാരയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളുമായി വീണ്ടും കാണാം.